ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള ഡിവൈഎഫ്ഐ നേതാക്കളുടെ ബന്ധം അന്വേഷിക്കണമെന്ന് സണ്ണി ജോസഫ് MLA. CPM സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയകളുടെ അവിശുദ്ധ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റ് മുന്നിൽ നടന്ന ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനു തോമസ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണം കേരളത്തിലെ നിയമവാഴ്ച ഉൾപ്പെടെ ബാധിക്കുന്നതാണെന്നും സണ്ണി ജോസഫ് MLA പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും പകരം ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും TP കേസ് പ്രതി മുഹമ്മദ് ഷാഫിയും പോലുള്ള ക്രിമിനലുകൾ മനു തോമസിന്റെ പോസ്റ്റിന് മറുപടിയുമായി CPMനെ സംരക്ഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. 2 പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരായ മനു തോമസ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണം കേരളത്തിലെ നിയമവാഴ്ച ഉൾപ്പെടെ ബാധിക്കുന്നതാണ്. ഈ വിഷയത്തിൽ നിയമസഭയിൽ പോലും അഭിപ്രായം നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാരിൽ നിന്നുമുണ്ടായത്. ജനങ്ങൾ എത്ര താക്കീത് ചെയ്താലും തിരുത്തില്ലെന്ന CPMന്റെ സമീപനം പാർട്ടിയുടെ സർവനാശത്തിലെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേവലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ആഭ്യന്തര പ്രശ്നമല്ല. ഇത് കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ വിഷയമാണ്. കേരളത്തിലെ നിയമവാഴ്ചയുടെ വിഷയമാണ്. ഉത്തരവാദിത്വം വഹിക്കുന്ന 2 പദവികളിൽ, സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ, യുവജന കമ്മീഷന്റെ ചെയർമാൻ, ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെയാണ് അതീവ ഗൗരവമേറിയ ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് MP ജയരാജൻ ജില്ലാ സെക്രട്ടറിക്ക് ഇന്ന് മിണ്ടാട്ടമില്ല. ഈ ടീമിനെ കുറിച്ച് നമുക്കറിയാം. P ജയരാജന്റെ ഈ ടീമിനെ കുറിച്ച് P ജയരാജൻ നേതൃത്വം നൽകുന്ന BJ ആർമിയാണ് ഇന്നിപ്പോൾ റെഡ് ആർമിയായിട്ട് മാറിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി MP ജയരാജൻ പറഞ്ഞത് എന്താണ്? ആ വാക്കുകൾ ഒരു കാലത്ത് അദ്ദേഹം ജഡ്ജിമാരെ നികൃഷ്ടജീവികൾ എന്ന് വിളിച്ചാണ് ആക്ഷേപിച്ചത് എങ്കിൽ ഇന്ന് P ജയരാജന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ MP ജയരാജൻ വിളിക്കുന്നത് എരണം കെട്ടവർ എന്നാണ് വിളിക്കുന്നത്. ആയുധത്തിലെ വിഷയങ്ങൾ CPM വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അവിടെ മാത്രം തീരുന്നതല്ല, പാർട്ടി മാത്രം അന്വേഷിക്കേണ്ടതല്ല, നാടിന്റെ ക്രമസമാധാനത്തെയും നാടിന്റെ നീതിവാഴ്ചയും ബാധിക്കുന്ന വിഷയമാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി. KPCC സെക്രട്ടറി PM നിയാസ്, സജീവ് ജോസഫ് MLA, VA നാരായണൻ, KC മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രൻ തില്ലങ്കേരി, റിജിൽ മാക്കുറ്റി, VA നാരായണൻ, TO മോഹനൻ, ഫിലോമിന, സജീവ് മാറോളി, MP ഉണ്ണികൃഷ്ണൻ, BB പുരുഷോത്തമൻ, സുദീപ് ജെയിംസ്, PT മാത്യു, ശ്രീജ മഠത്തിൽ, മുഹമ്മദ് ബാത്തൂർ, മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയവർ സദസ്സിന് നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.